പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 21 മുതൽ 25 വരെയുള്ള വചനങ്ങളിലൂടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ പ്രതീക്ഷയില്ലാത്ത ജീവിതത്തെ, പ്രത്യാശയില്ലാത്ത ജീവിതത്തെ എല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കാം. പലപ്പോഴും ആത്മഹത്യ ചെയ്യണം. നമ്മുടെ കടക്കണിയെ ഓർത്ത്, നമ്മുടെ രോഗത്തെ ഓർത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മരുന്നുകൾ കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല. ദൈവമേ, അതുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ആ ദുഃഖം. കർത്താവേ, അതുപോലെ എൻ്റെ മക്കളുടെ പഠനം, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം, പുകവലി, എനിക്കൊരു സ്വന്തമായൊരു ഭവനമില്ല, ഒരു സെൻറ് സ്ഥലമില്ല എന്നുള്ള ഓർത്തുള്ള ദുഃഖം. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഉയരുവാൻ പറ്റിയെന്നില്ല, എനിക്ക് വളരുവാൻ പറ്റുന്നില്ല എന്നുള്ള ഓർത്തുള്ള ദുഃഖം. എൻ്റെ മക്കളെ ഓർത്ത്, എൻ്റെ മാതാപിതാക്കളെ ഓർത്ത്, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തുള്ള ദുഃഖം, എൻ്റെ ബന്ധുമിത്രാദികളെ ഓർത്ത്, എൻ്റെ സുഹൃത്തുക്കളെ ഓർത്തുള്ള ദുഃഖം. എല്ലാ മേഖലകളെയും, എല്ലാ ദുഃഖത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും യേശുവിലേക്ക്, യേശു പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. നീ അമിതമായി ദുഃഖിക്കുകയോ നീ നിൻ്റെ തകർച്ചകളെ ഓർത്ത്, നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓർത്തുള്ള ദുഃഖത്തെ ഓർത്ത്, ദുഃഖങ്ങളെ ഓർത്ത് ഇതാ നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥ. ഉറക്കമില്ല, കിടന്നുകൊണ്ട് രാത്രിയായാലും എത്ര പാതിരിയായാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ അമിതമായ ദുഃഖമാണ് ഇതിനെല്ലാത്തിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ദുഃഖഭാരങ്ങളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്നാണ് സങ്കീർത്തന പുസ്തകം 55-ാമത്തെ അധ്യായം 22-ാം വാക്യം പറയുക. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 9-ാം തിരുവചനത്തിൽ പറയുകയാണ്. അപ്പോൾ നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഇത് അവിടുന്ന് ഉത്തരം നൽകും, അവിടുന്ന് മറുപടി നൽകും, നമ്മുടെ ദുഃഖഭാരങ്ങളെല്ലാം ഏറ്റെടുക്കും. അതിനുള്ള കൃപാവരം നല്ലവനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമീൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.